ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ സിലബസിൽ ഏതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്? സീവറേജ്, സിസ്റ്റം ഓഫ് സീവറേജും പിന്നെ വെന്റിലേഷൻ ഓഫ് സീവറും പറഞ്ഞിരുന്നു. സീവേജ് ക്യാരക്ടറിസ്റ്റിക്സിലെ ഫിസിക്കൽ പാരാമീറ്റേഴ്സും പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്കിന്ന് കെമിക്കൽ പാരാമീറ്റേഴ്സ് നോക്കാം, പിന്നെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആൻഡ് പോപ്പുലേഷൻ ഇക്വലൻറ്റ്, അത് രണ്ട് ടേംസ് കൂടെ നോക്കാം. ഓക്കെ, അപ്പം കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഈ വണ്ണില് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരുന്നു അല്ലെ? കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ തന്നെയാണ്, വാല്യൂസിലൊക്കെ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. pH, ക്ലോറൈഡ് കണ്ടന്റ്, നൈട്രജൻ കണ്ടന്റ്, ഫാറ്റ്സ്, ഗ്രീസ് ആൻഡ് ഓയിൽ കണ്ടന്റ്, സൾഫൈഡ്സ്, സൾഫേറ്റ്സ്, H2S ഗ്യാസ്, ഡിസോൾഡ് ഓക്സിജൻ, COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ pH വാല്യൂ. അപ്പം വേസ്റ്റ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ സീവേജിൻ്റെ pH വാല്യൂവിനെ പറ്റി പറഞ്ഞാൽ, pH വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ലൊഗാരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, ലൊഗാരിതം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, അങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ നെഗറ്റീവ് ലൊഗാരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയണം. അപ്പം pH വാല്യൂനെ നമുക്ക് pH വാല്യൂ ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+ അയൺ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അപ്പോൾ pH വാല്യൂവിൽ നിന്ന് എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? വാട്ടറിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിറ്റിനെ പറ്റി അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഫ്രഷ് സീവേജ് ആണെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്? ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ ട്രീറ്റഡ് സീവേജ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണെങ്കിലും അതിൻ്റെ ഒരു നേച്ചർ ആൽക്കലൈൻ ആയിരിക്കും. പക്ഷേ സെപ്റ്റിക് സീവേജ് ആണെങ്കിൽ എന്ന് വെച്ചാൽ സീവേജ് ഉണ്ടായി ഒരു 3 തൊട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് സെപ്റ്റിക് ആവുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? അപ്പം സെപ്റ്റിക് സീവേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നേച്ചർ അസിഡിക് നേച്ചറായി മാറും. അപ്പം pH വാല്യൂ ഓഫ് ഫ്രഷ് ആൻഡ് ട്രീറ്റഡ് സീവേജ് എന്ന് പറയുന്നത് മോർ ദാൻ 7 ആയിരിക്കും. സെപ്റ്റിക് സീവേജിൻ്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും. ഓക്കെ, അപ്പം ഫ്രഷ് സീവേജിൻ്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞത്? ആൽക്കലൈൻ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം കുറച്ച് ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 to 4 hours കഴിയുമ്പോൾ ആ ഒരു സീവേജിനുള്ളിൽ അനറോബിക് അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്ടീരിയൽ ആക്ഷൻ കാരണം അതിൽ ആസിഡ്സ് ഫോം ചെയ്യും. അങ്ങനെയാണത് അസിഡിക്കായി മാറുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു സീവേജിൻ്റെ pH റൈസ് ചെയ്തിട്ട് അത് ആൽക്കലൈൻ നേച്ചറായി മാറുന്നത്. ഓക്കെ, അപ്പം ഡിറ്റർമിനേഷൻ ഓഫ് pH എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ pH കണ്ടുപിടിച്ചാലേ നടക്കത്തുള്ളൂ. കാര്യം ട്രീറ്റ്മെൻറ്റിന് മുന്നേ pH കണ്ടുപിടിക്കണം. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ pH വ്യത്യാസം വന്നോ ആൽക്കലൈൻ ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താലേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എഫിഷ്യൻ്റ് ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പം എപ്പോഴും ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് pHൻ്റെ വാല്യൂ അറൗണ്ട് 7 ആകുമ്പോഴാണ്. കാര്യം ആ ഒരു pH റേഞ്ചിലാണ് മൈക്രോ ഓർഗാനിസംസ് കുറച്ചും കൂടെ ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പം pHൻ്റെ റേഞ്ച് എപ്പോഴും അറൗണ്ട് 7 ആയിരിക്കണം. അതേപോലെ pH നമുക്ക് കണ്ടുപിടിക്കാൻ ലിറ്റ്മസ് പേപ്പറൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിലി അല്ലെങ്കിൽ ക്വിക്കായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ pH മീറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ക്ലോറൈഡ് കണ്ടന്റ്. ക്ലോറൈഡ് കണ്ടന്റിനെ പറ്റി പറഞ്ഞാൽ വേസ്റ്റ് വാട്ടറിനകത്ത് അല്ലെങ്കിൽ സീവേജിനകത്ത് ക്ലോറൈഡ് കണ്ടന്റ് ഉണ്ടാകുന്നത് കിച്ചൺ വേസ്റ്റ് വരുമ്പം, അതേപോലെ ഹ്യൂമൻ എക്സ്ക്രീറ്റ, ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് ഒക്കെ ഇതിൽ റിലീസ് ആകുമ്പോഴാണ്, വേസ്റ്റ് വാട്ടറിലോട്ട് വരുമ്പോഴാണ് അതിൽ ക്ലോറൈഡ് കണ്ടന്റിന്റെ എമൗണ്ട് കൂടുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ക്ലോറൈഡ് കണ്ടന്റ് ഓഫ് ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 120 mg/L ആണ്. അതാണ് നോർമൽ കണ്ടന്റ്. ഇനി നമുക്ക് പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. ഒരു 250 വരെ നമുക്ക് പെർമിറ്റ് ചെയ്യാം, പക്ഷെ ഡിസൈറബിൾ അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ നമുക്കൊരു ട്രീറ്റ്മെന്റിന്റെ ബേസിൽ പറഞ്ഞിരിക്കുന്നത് 250 വരെയൊക്കെ നമുക്ക് പെർമിറ്റ് ചെയ്യാം, പക്ഷെ ഡിസൈറബിൾ ആവശ്യം 120 അതിൻ്റെ അത്രയും കാണാൻ പാടുള്ളൂ. 250 വരെയൊക്കെ നമുക്കൊരു റേഞ്ച് കൊടുക്കാം. അപ്പം ഈ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജിൽ നിന്നും ക്ലോറൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഏതൊക്കെയാണ്? ഐസ്ക്രീം പ്ലാന്റില്ലേ, ഐസ്ക്രീം പ്ലാന്റ്സ്, പിന്നെ മീറ്റ് സാൾട്ടിങ് എന്ന് വെച്ചാൽ മീറ്റ് ഇങ്ങനെ ഉപ്പിട്ട് അങ്ങനെ വെക്കുന്ന ഫാക്ടറീസ് ഒക്കെ കാണും. അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറിനകത്താണ് ക്ലോറൈഡ് കണ്ടന്റ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഹൈ ക്ലോറൈഡ് കണ്ടന്റ് ഓഫ് സീവേജ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സീവേജ് ഓർ ഇൻഫിൽട്രേഷൻ ഓഫ് സീ വാട്ടർ. ഒന്നെങ്കിൽ അതിനകത്ത് ഇൻഡസ്ട്രിയൽ സീവേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ സീ വാട്ടർ കയറി വന്നിട്ടുണ്ട്. ആ രണ്ട് കേസസിലാണ് ഹൈ ആയിട്ട് ക്ലോറൈഡ് കണ്ടന്റ് കൂടുന്നത്. ദ ക്ലോറൈഡ് കണ്ടന്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ടൈട്രേറ്റിംഗ് ദി വേസ്റ്റ് വാട്ടർ വിത്ത് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസിങ് പൊട്ടാഷ്യം ക്രോമേറ്റസ് ഇൻഡിക്കേറ്റർ. നിങ്ങൾ കഴിഞ്ഞ എൻവയൺമെന്റിന്റെ ലാബിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലോറൈഡ് കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ സാമ്പിളിനെ, വേസ്റ്റ് വാട്ടർ ആണെങ്കിലും സാധാ വാട്ടർ ആണെങ്കിലും സാമ്പിളിനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യും. അവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം ക്രോമേറ്റ് ആണ്. അപ്പം പൊട്ടാഷ്യം ക്രോമേറ്റ് ആദ്യമേ നമ്മളൊരു ഡ്രോപ്പോ
ഒഴിച്ച് കഴിയുമ്പോഴേക്കും അതിൽ കളറ് ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ടൈട്രേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതെന്താണ്, ഒരു റെഡിഷ് ബ്രൗൺ കളറായി മാറും. അതാണ് അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടൈട്രേറ്റ് ചെയ്തിട്ട് സിൽവർ നൈട്രേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്താൽ നമുക്ക് ക്ലോറൈഡ് കണ്ടന്റ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നൈട്രജൻ കണ്ടന്റ്. നൈട്രജൻ കണ്ടന്റ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം സാധാരണ നൈട്രജൻ 4 ഫോംസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്: ഫ്രീ അമോണിയ, ആൽബുമിനോയിഡ് നൈട്രജൻ, നൈട്രേറ്റ്സ്, അങ്ങനെ 4 ഫോംസിലാണ് നൈട്രജൻ സാധാരണ വേസ്റ്റ് വാട്ടറിനകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ഫ്രീ അമോണിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ആൽബുമിനോയിഡ് നൈട്രജൻ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ പ്രസന്റ് ഇൻ സീവേജ് ബിഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നൈട്രജന്റെ പ്രസൻസ് ആണ് ആൽബുമിനോയിഡ് നൈട്രജൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നൈട്രൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ കുറച്ച് ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ആയി എന്നതാണ് ആ ഒരു സാമ്പിളിനകത്ത് നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നൈട്രേറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർഗാനിക് മാറ്റർ എല്ലാം ഫുള്ളി ഓക്സിഡൈസ്ഡ് ആയി അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് നൈട്രേറ്റ്സ് വേസ്റ്റ് വാട്ടറിനകത്ത് അല്ലെങ്കിൽ സീവേജിനകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, ഇതിൽ നൈട്രേറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ ഹയർ കണ്ടന്റ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ സീവേജിനകത്ത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ആ സീവേജ് നമ്മൾ സാധാ വാട്ടർ ബോഡിയിലോട്ട് ഡിസ്പോസ് ചെയ്യുമ്പോൾ ആ വാട്ടറിലും ഒത്തിരി ആയി പോകും അല്ലെ, നൈട്രേറ്റിന്റെ എമൗണ്ട് ഒത്തിരി ആയി പോകും. അപ്പം ഈ നൈട്രേറ്റിന്റെ എമൗണ്ട് എപ്പോഴും ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിമിറ്റിനുള്ളിൽ തന്നെ നൈട്രേറ്റ്സ് ആയിരിക്കണം. ഈ ഒത്തിരി നൈട്രേറ്റ് ഉള്ള ഈ വാട്ടർ അങ്ങനെ എന്തെങ്കിലും മനുഷ്യർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഹയർ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പിള്ളേർക്ക് ബ്ലൂ ബേബീസ് ഡിസീസ് അല്ലെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രോം എന്നാണ് പറയുന്നത്, മെത്തമോഗ്ലോബിമീനിയ, അങ്ങനെ ഒരു അസുഖം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അസുഖത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അത് അവർ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യും, സ്കിന്ന് ഡാർക്ക് കളറായി മാറും, ഒരു ബ്ലൂയിഷ് കളറൊക്കെ ആയിട്ട് സ്കിൻ മാറും, ചിലപ്പം അത് മരിക്കാൻ വരെ എക്സ്ട്രീം കേസിൽ ചാൻസ് ഉണ്ട്. അപ്പം നൈട്രേറ്റിന്റെ എമൗണ്ട് ഒരിക്കലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകാൻ പാടില്ല, എപ്പോഴും 0 ആയിരിക്കണം എപ്പോഴും. അത് ലിമിറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും നൈട്രേറ്റിന്റെ എമൗണ്ട് പോകാൻ പാടില്ല. അടുത്തത് പ്രസൻസ് ഓഫ് ഫാറ്റ്സ്, ഗ്രീസസ് ആൻഡ് ഓയിൽസ്. ഓക്കെ, അപ്പം ഈ സീവേജിനകത്ത് ഈ പറഞ്ഞ ഫാറ്റോ അല്ലെങ്കിൽ ഓയിലിൻ്റെ ഒക്കെ ഡിസ്ചാർജ് വരുന്നത് കൂടുതലും ആനിമൽസ് ഡിസ്ചാർജ്, കിച്ചൺ വേസ്റ്റ്, ഹോട്ടൽ അല്ലെങ്കിൽ വീടുകളിൽ നിന്നാണെങ്കിലും കിച്ചൺ വേസ്റ്റിൽ നിന്ന്, ഇൻഡസ്ട്രീസിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെയാണ് ഈ ഒരു ഫാറ്റ് ഓയിലിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാകുന്നത്. അപ്പം ഈ പറഞ്ഞ ഫാറ്റ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ വേസ്റ്റ് വാട്ടർ നമ്മൾ കുറച്ച് നേരം ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ സെറ്റിലാകാൻ വേണ്ടി വെച്ചാലും ടോപ്പിൽ ഇങ്ങനെ അതിൻ്റെ ഒരു ഇങ്ങനെ സ്കമ്മ് പോലെ കിടക്കും, മേളിൽ ഇങ്ങനെ ഒരു ഓയിലിന്റെ പ്രസൻസ് കാണും അല്ലേ. അപ്പം ഈ വേസ്റ്റ് വാട്ടർ നമ്മളിപ്പോൾ സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് ഒരു ഫിൽട്രേഷൻ മീഡിയയിലോട്ട് ഫിൽട്രേഷൻ ചെയ്ത് പോകാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓയിലിന്റെ പ്രസൻസ് കാരണം ആ ഫിൽട്ടർ മീഡിയയുടെ ഇടയ്ക്കുള്ള വോയിഡ്സ് ഒക്കെ ക്ലോഗ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം നോർമൽ ട്രീറ്റ്മെന്റ് മെത്തഡിനെ അത് ഇന്റർഫിയർ ചെയ്യും. അപ്പം എന്താ ചെയ്യേണ്ടത്, ഓയിലോ ഗ്രീസോ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അപ്പം in order to determine the amount of fat and grease നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എ സാമ്പിൾ ഓഫ് സീവേജ് നമ്മൾ ആദ്യമേ ഇവാപ്പറേറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ കുറച്ച് റെസിഡ്യൂ കിടക്കുമല്ലോ, ആ റെസിഡ്യൂസിനെ നമ്മൾ ഈത്തർ വെച്ചിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഇവാപ്പറേറ്റ് ചെയ്യാൻ, ആ ഒരു സൊല്യൂഷൻ ഇവാപ്പറേറ്റ് ചെയ്യാൻ വെക്കും. ആ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന റെസിഡ്യൂ എന്ന് പറയുന്നതാണ് ആ ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഫാറ്റ് അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗ്രീസ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അടുത്തത് പ്രസൻസ് ഓഫ് സൾഫൈഡ്, സൾഫേറ്റ്സ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. വേസ്റ്റ് വാട്ടറിനകത്ത് ഈ പറഞ്ഞ സൾഫൈഡിന്റെയും സൾഫൈഡ്സിന്റെയും ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ H2S ഗ്യാസിന്റെയും പ്രസൻസിനെ പറ്റി പറയാം. Sulfides and sulfates are formed due to the decomposition of various sulfur containing substances in sewage. ഈ സീവേജിനകത്ത് സൾഫർ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് ഡീകമ്പോസിഷൻ വഴിയാണ് സൾഫൈഡോ സൾഫേറ്റ്സോ ഉണ്ടാകുന്നത്. അപ്പം അത് ഡീകമ്പോസിഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ എന്താണ് ഇവോൾവ് ആവുന്നത്, അവിടെ H2S ഗ്യാസ് ഉണ്ടാവും. അത് ബാഡ് സ്മെല്ലാണ്, ബാഡ് ഓർഡർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റിന്റെ സീവർ പൈപ്പിൽ കൂടെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, വേസ്റ്റ് വാട്ടർ പോകുന്നതെങ്കിൽ ആ സീവർ പൈപ്പിൽ കൊറോഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പം ഇൻ എയറോബിക് ഡൈജഷൻ ഓഫ് സീവേജ്, അപ്പോൾ സീവേജിനകത്ത് എയറോബിക് ആയിട്ടുള്ള ഡൈജഷൻ നടക്കും, അനറോബിക് എന്ന് വെച്ചാൽ എയറിന്റെ പ്രസൻസ് അല്ലാതെയും ഡൈജഷൻ നടക്കും. ഇൻ എയറോബിക് ഡൈജഷൻ സീവേജിൽ എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൾഫറിനെ അത് ഓക്സിഡൈസ് ചെയ്യും, സൾഫൈഡ് ആക്കും. എന്നിട്ട് ആ സൾഫൈഡിനെ പിന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കുറച്ചും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ സൾഫേറ്റ് അയോൺ ആക്കും. അത് പിന്നെ എന്താണ് കുറച്ചും കൂടെ സ്റ്റേബിൾ എൻഡ് പ്രൊഡക്റ്റ് ആണ്, അധികം വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ
ആനറോബിക് കണ്ടീഷൻ ആകുമ്പോഴേക്കും ഈ ആനറോബിക് ബാക്ടീരിയയും ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൾഫറിനെ സൾഫൈഡ്സ് ആക്കും. സൾഫൈഡ്സ് പിന്നെ H2S ഗ്യാസായി മാറും. H2S ഗ്യാസ് മാത്രമല്ല, അതിന് കൂടെ മീഥേൻ ഗ്യാസും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കാണും. ഇതെല്ലാം നമുക്കൊരു ബാഡ് ഓർഡർ ആണ് നൽകുന്നത്. ഓക്കെ, അതാണ് പ്രസൻസ് ഓഫ് സൾഫൈഡ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഡിസോൾഡ് ഓക്സിജൻ. ഓക്കെ, അപ്പം ദിസ് റെപ്രസെന്റ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ പ്രസന്റ് ഇൻ സീവേജ് ഇൻ ഡിസോൾഡ് സ്റ്റേറ്റ്. സീവേജിനകത്ത് എന്തുമാത്രം ഓക്സിജൻ ഡിസോൾഡ് ആയിട്ട് ഉണ്ട്, ഇതാണ് DO എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം റോ സീവേജ് ആകുമ്പോൾ എന്താണ് റോ സീവേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സീവേജ് ഫ്രഷ് ആണെന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രസൻസ് ഇൻ റോ സീവേജ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സീവേജ് ഇസ് ഫ്രഷ്. ഇപ്പോൾ നമ്മൾ സീവേജ് എടുത്തു, അതായത് നമ്മൾ ഓക്സിജൻ ഉണ്ടോ നോക്കിയപ്പം ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സീവേജ് ഇപ്പം അങ്ങോട്ട് ഉണ്ടായതാണ്, അപ്പം ഫ്രഷ് സീവേജ് ആണെന്ന് അർത്ഥം. അല്ലെങ്കിൽ കാര്യം കുറച്ചൊരു 3-4 മണിക്കൂർ കഴിയുമ്പം ഒരു വേസ്റ്റ് വാട്ടറിനകത്തുള്ള എല്ലാ ഓക്സിജനും അങ്ങ് ഡിസപ്പിയർ ആയി മാറും. അപ്പം പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിപ്പോൾ ഉണ്ടായ ഫ്രഷ് സീവേജ് ആണെന്നാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ അറ്റ്ലീസ്റ്റ് 4 ppm ഓഫ് DO ഈസ് പ്രസന്റ് ഇൻ ഇറ്റ്. എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ എടുത്താൽ അതിൽ അറ്റ്ലീസ്റ്റ് 4 ppm DO എങ്കിലും കാണണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് വാട്ടറിനകത്ത് ഒട്ടും DO ഇല്ലാത്ത വേസ്റ്റ് വാട്ടർ നമ്മൾ ഇതിലൊരു റിവറിലോട്ട് ഡിപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വേസ്റ്റ് വാട്ടർ കാരണം ആ റിവറിലെ ഓക്സിജൻ എല്ലാം അങ്ങ് അത് വലിച്ചെടുക്കും. അതിലുള്ള ബാക്ടീരിയ ഒക്കെ വലിച്ചെടുക്കുമ്പോഴേക്കും ആ റിവറിലുള്ള അക്വറ്റിക് ലൈഫിനെ ബാധിക്കും അത്. അപ്പം മിനിമം ഒരു 4 ppm DO ഉള്ള ഒരു വേസ്റ്റ് വാട്ടർ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. Its presence in the effluent after treatment indicates that considerable oxidation has been accomplished by the sewage treatment method. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ വേസ്റ്റ് വാട്ടറിനകത്ത് ഓക്സിജൻ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് വഴി കുറച്ച് ഓക്സിഡേഷൻ ഒക്കെ നടന്നതിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രഷ് സീവേജിൽ DOയുടെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും എന്താ പറ്റുന്നത്, ഓക്സിജന്റെ എമൗണ്ട് അങ്ങ് കുറയും. അപ്പം DO നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് വ്രിംഗ്ലേഴ്സ് മെത്തേഡ് വെച്ചിട്ടാണ്. ഇതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സാണ്. ഇത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് കെമിക്കലിയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു കെമിക്കൽ ടൈട്രേഷൻ മെത്തേഡിൽ അയോഡിൻ ലിബറേറ്റ് ആവും. ഈ അയോഡിൻ എന്തുമാത്രം ലിബറേറ്റ് ആയി എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ആ അയോഡിൻ ലിബറേഷൻ എന്ന് പറയുന്നത് ഇക്വലൻ ടു DO പ്രസന്റ് ഇൻ ദി വാട്ടർ എന്നാണ്. ഓക്കെ, അപ്പം വ്രിംഗ്ലേഴ്സ് മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ അയോഡിൻ എന്തുമാത്രം ലിബറേറ്റ് ആയി എന്നാണ് കണ്ടുപിടിക്കുന്നത്. എന്തുമാത്രം അയോഡിൻ ലിബറേറ്റ് ആയി അത് ഈക്വൽ ടു എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് DO പ്രസന്റ് ഇൻ സീവേജ് എന്നാണ്. ഓക്കെ, അടുത്തത് BOD അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം ഓർഗാനിക് മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററും നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ, അല്ലെങ്കിൽ നമുക്ക് ബയോളജിക്കലി ആക്റ്റീവും ബയോളജിക്കലി ഇൻആക്റ്റീവ് എന്നും പറയാം. ഓക്കെ, അപ്പം ഓർഗാനിക് മാറ്റർ ഈസ് ഓഫൻ അസസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ടു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് അതർ എൻഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഓർഗാനിക് മാറ്ററിനെ എപ്പോഴും നമ്മൾ അക്സസ് ചെയ്യുന്നത് അതിനകത്ത് എന്തുമാത്രം ഓക്സിജൻ ഉണ്ട് അല്ലെങ്കിൽ ഓക്സിജൻ എന്തുമാത്രം വേണ്ടി വരും ആ ഒരു ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡേഷൻ നടക്കാൻ, അല്ലെങ്കിൽ അതിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറും മറ്റ് എൻഡ് പ്രൊഡക്റ്റ് ആകാൻ വേണ്ടി എന്തുമാത്രം ഓക്സിജൻ വേണ്ടി വരും എന്നത് വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിക് മാറ്ററിനെ അക്സസ് ചെയ്യുന്നത്. അപ്പം BOD അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി മൈക്രോ ഓർഗാനിസം, മോസ്റ്റ്ലി ബാക്ടീരിയ, ടു ക്യാരി ഔട്ട് ഡികമ്പോസിഷൻ ഓഫ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അണ്ടർ എയറോബിക് കണ്ടീഷൻ. എന്താണ്, ഒരു സീവേജ് വേസ്റ്റ് വാട്ടറിനകത്തുള്ളിൽ എയറോബിക് കണ്ടീഷൻ ടൈമിൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് ഈ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഇല്ലേ, രണ്ടും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ. അതിലെ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എയറോബിക് കണ്ടീഷനിൽ ബാക്ടീരിയയ്ക്ക് എന്തുമാത്രം എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം, അതിനെയാണ് നമ്മൾ BOD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം BOD ടെസ്റ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. ദ BOD ടെസ്റ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി പൊല്യൂഷൻ സ്ട്രെങ്ത് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദി ഓക്സിജൻ ദാറ്റ് വിൽ റിക്വയർ ഇഫ് ഡിസ്ചാർജ് ഇൻ ടു നാച്ചുറൽ വാട്ടർ കോഴ്സസ്. Okay, it is one of the most important test in stream pollution control activities. Okay, അപ്പം എന്താന്ന് വെച്ചാൽ ഒരു പൊല്യൂഷൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, ഒരു വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടുവരുമ്പം അതിൻ്റെ പൊല്യൂഷൻ സ്ട്രെങ്ത് എന്തുമാത്രം പൊല്യൂഷൻ എഫക്റ്റ് ഉള്ളതാണെന്ന് പിടിക്കണമെങ്കിൽ അതിനകത്ത് എന്തുമാത്രം ഓക്സിജൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഓക്സിജൻ ഇനി എന്തുമാത്രം വേണ്ടി വരും എന്നറിയണം അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കാൻ. അതേപോലെ തന്നെ നമ്മളൊരു സ്ട്രീം പൊല്യൂഷൻ കൺട്രോൾ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ
ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ BOD ടെസ്റ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഒരു പ്യൂരിഫിക്കേഷൻ കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിലും അവിടെയും നമുക്ക് BOD ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതേപോലെ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകണം. ഓക്കെ, ആ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ അറിയണമെങ്കിൽ BOD ടെസ്റ്റ് ചെയ്ത് ആ വാല്യൂസ് എല്ലാം കയ്യിലിരിക്കണം. ഓക്കെ, അടുത്തത് ഈ സെയിം തന്നെ ഓർഗാനിക് മാറ്റർ നമുക്ക് വേറൊരു 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. കാർബണേഷ്യസ് മാറ്ററും നൈട്രോജീനിയസ് മാറ്ററും. ഓക്കെ, the ultimate carbonaceous BOD of a waste is the amount of oxygen necessary for microorganism in the sample to decompose the biodegradable carbonaceous matter. Okay, this is the first stage of oxidation and the corresponding BOD is called first stage BOD. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് മാറ്റർ കാർബണേഷ്യസും ഉണ്ട് നൈട്രോജീനിയസ് മാറ്ററും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ ബയോഡിഗ്രേഡബിൾ ആണ്. ആ ബയോഡിഗ്രേഡബിൾ തന്നെ 2ആയിട്ട് പറയാം, കാർബണേഷ്യസ് മാറ്ററും നൈട്രോജീനിയസ് മാറ്ററും. അതിലെ കാർബണേഷ്യസ് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോ ഓർഗാനിസത്തിന് എന്തുമാത്രം എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണ്ടി വരും, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ BODയുടെ ഏറ്റവും ആദ്യമേ ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിക് മാറ്ററാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? അപ്പം കാർബണേഷ്യസ് മാറ്ററാണ്. ഓക്കെ, അപ്പോൾ കാർബണേഷ്യസ് മാറ്റർ ഡീകമ്പോസ് ചെയ്യാൻ എന്തുമാത്രം ഓക്സിജൻ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടി വരും, അതിനെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറയാം. ഇനി അടുത്ത സ്റ്റേജിൽ നൈട്രോജനിയസ് മാറ്റർ ആയിരിക്കും ഓക്സിഡൈസ് ചെയ്യുന്നത്. അതിനെ ആ ഓക്സിഡേഷൻ നടത്തുന്നത് ഓട്ടോട്രോപിക് ബാക്ടീരിയ ആയിരിക്കും. ആ ഒരു കറസ്പോണ്ടിങ് BODനെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഡിമാൻഡ് അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണേ. അതേപോലെ തന്നെ ഇൻഫാക്ട് പൊല്യൂട്ടഡ് വാട്ടർ വിൽ കണ്ടിന്യൂ ടു അബ്സോർബ് ഓക്സിജൻ ഫോർ മെനി മന്ത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി ഫീസിബിൾ ടു ഡിറ്റർമൈൻ ദിസ് അൾട്ടിമേറ്റ് ഓക്സിജൻ ഡിമാൻഡ്. അതേപോലെ തന്നെ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനിങ്ങനെ ഓക്സിജൻ്റെ ആവശ്യം വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഓക്കെ, ആ ഒരു എൻഡ് ഇത്രയും ഒരു 100 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാര്യം ഈ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത് അതിന് എപ്പോഴും ഇങ്ങനെ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിനൊരു എൻഡ് എത്തിക്കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വേസ്റ്റ് വാട്ടർ എടുത്താൽ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ 5 ഡേ പീരീഡ് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ ഉണ്ടായി 5 ഡേ കഴിയുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ 5 ഡേയ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെൻസ് 5 ഡേ പീരീഡ് ഈസ് ജനറലി ചോസൺ ഫോർ ദി സ്റ്റാൻഡേർഡ് BOD ടെസ്റ്റ് ഡ്യൂറിങ് വിച്ച് ഓക്സിഡേഷൻ ഈസ് അബൌട്ട് 60 to 70% കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ ആ 5 ഡേയ്സ് കൊണ്ട് 60 to 70% ഓക്സിഡേഷൻ ഒരു വേസ്റ്റ് വാട്ടറിനകത്ത് നടക്കും. അതേപോലെ 20 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ 95 to 99% ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പം എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓഫ് 20 degrees Celsius is maintained during incubation. The BOD value of 5 day incubation period is commonly written as BOD suffix ആയിട്ട് 5 or simply as BOD. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ആയിട്ട് BOD ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 ഡേയ്സ് ആണ്. ആ അത്രയും ഡേയ്സ് നമ്മൾ എത്ര ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 20 degrees Celsius ആണ്. ഓക്കെ, അപ്പം BOD ഓഫ് 5 ഡേ ഇൻക്യുബേഷൻ പീരീഡ് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, BOD 5. അല്ലെങ്കിൽ നമുക്ക് സാധാ BOD എന്ന് വേണം എഴുതാം. BOD 5 എന്ന് എഴുതാൻ ആ താഴെ എത്ര ഡേയ്സ് ആണെന്നുള്ളതാണ് 5 എന്ന് കൊടുത്തിരിക്കുന്നത്. ചിലപ്പം BOD 20 എന്ന് വെച്ചാൽ അത് 20 ഡേയ്സ് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് അർത്ഥം. 5 ഡേയ്സ് കഴിയുമ്പോൾ 60 to 70% ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആകും. 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 95 to 99% കംപ്ലീറ്റ് ആകും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 5 ഡേയ്സ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് 5 ഡേയ്സ് എടുത്തത്? അതിനെപ്പറ്റിയാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അനദർ റീസൺ ഫോർ സെലക്ടിങ് 5 ഡേയ്സ് as സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഈസ് ടു അവോയ്ഡ് ഇൻ്റർഫിറൻസ് ഓഫ് നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ. നൈട്രിഫിക്കേഷൻ ബാക്ടീരിയയുടെ ഒരു ഇൻ്റർഫിറൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 5 ഡേയ്സ് ചൂസ് ചെയ്യുന്നത്. കാര്യം 6th തൊട്ട് അല്ലെങ്കിൽ 7th ഡേ തൊട്ടാണ് നൈട്രിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് വേണ്ട, നമുക്ക് അതിന് മുന്നേ വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. Sanitary engineers are generally interested in carbonaceous BOD only. So by selecting 5 days, we generally get only the carbonaceous BOD. അപ്പം സാനിറ്ററി എഞ്ചിനീയേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു സീവറൊക്കെ ഡിസൈൻ ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കാർബണേഷ്യസ് BOD മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അത് കാർബണേഷ്യസ് BODയുടെ ഓക്സിഡേഷൻ സാധാരണ നടക്കുന്നത് 5 ഡേയ്സിനുള്ളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5 ഡേയ്സ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ ഇൻ്റർഫിറൻസ് ഓഫ് നൈട്രിഫിക്കേഷൻ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ പ്രീ ട്രീറ്റ്മെൻറ്റ് ഓഫ് സാമ്പിൾ ഓർ ബൈ യൂസിങ് ഇൻഹിബിറ്ററി ഏജൻസ് ലൈക്ക് മെഥിലിൻ ബ്ലൂ. ഒന്നെങ്കിൽ ആ സാമ്പിളിനെ പ്രീ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂ വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നൈട്രിഫിക്കേഷൻ ഇൻ്റർഫറൻസ് കുറയും. Now a day BOD test is also done at 27 degrees Celsius and duration of 3 days. ഇപ്പോൾ ഒക്കെ എന്താണ് 1 day ടെസ്റ്റും ചെയ്യാറുണ്ട്.
5 ഡേയ്സോ അല്ലാതെ 1 ഡേ ടെസ്റ്റ് ചെയ്യും. അത് 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 ഡേയ്സിനെയും ഉണ്ട്, അതും 27 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിപ്പം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമല്ലോ, 5 ദിവസം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഒരു ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും കിട്ടുന്നതുണ്ട്. അപ്പം നമ്മൾ സാധാരണ ലാബിലൊക്കെ 5 ദിവസം 5 ഡേ BOD ആണ് ചെയ്യാറ്. ഓക്കെ അടുത്ത നമുക്ക് BOD ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലാബിലൊക്കെ എങ്ങനെ നമുക്കാണ് BOD ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അതിനെ ആദ്യമേ നമ്മുടെ സാമ്പിൾ ഉണ്ടാവുമല്ലോ. സാമ്പിൾ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് ആയിരിക്കും. അപ്പൊ അതിന്റെ BOD കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ സാമ്പിളിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്യണം. ഇപ്പൊ ഡൈലൂട്ട് ചെയ്യുന്നത് ഡൈലൂഷൻ വാട്ടർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സാമ്പിളിനെ ഡൈലൂട്ട് ചെയ്തത്. ഇപ്പൊ ഡൈലൂഷൻ വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് സോൾട്ട് കണ്ടന്റ് കാണും, ന്യൂട്രിയൻസിന്റെ കണ്ടന്റ് കാണും. ഈ ന്യൂട്രിയൻസും സോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കത്തുള്ളൂ. അതേപോലെ ഫോസ്ഫേറ്റ് ബഫർ നമ്മൾ ആഡ് ചെയ്യും. അത് ആ സാമ്പിളിന്റെ pH-നെ ഒരു 7 to 7.5 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ആ ഡൈലൂഷൻ വാട്ടർ നമ്മൾ ഫുള്ളി എയറേറ്റഡ് ആക്കും. ഇങ്ങനെ ഈ പറഞ്ഞ ഡൈലൂഷൻ വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള സാമ്പിൾ നമ്മൾ ഡൈലൂട്ട് ആക്കും. എന്നിട്ട് ഈ ഡൈലൂട്ടഡ് സാമ്പിൾ നമ്മളൊരു BOD ബോട്ടിൽ എന്നൊരു ബോട്ടിൽ അവൈലബിൾ ആണ്. ടെസ്റ്റ് ഒരു ട്യൂബ് പോലെ ഇരിക്കും, ഒരു ബോട്ടിൽ പോലെ ഇരിക്കും. അത് 300 ml സാധാരണ അതിൻ്റെ ഒരു വോളിയം വരുന്നത്. അങ്ങനെ ബോട്ടിലോട്ട് നമ്മൾ ഈ ഡൈലൂട്ട് ചെയ്ത സാമ്പിളിനെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു വെക്കും. ഫുള്ളായിട്ട് നിറച്ച് വെക്കും. എന്നിട്ട് അതിനൊരു മേളിലൊരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് വെച്ച് അടയ്ക്കും. എന്നിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സാമ്പിളിന്റെ ഡൈലൂട്ടഡ് സാമ്പിളിന്റെ ഇനീഷ്യൽ DO നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ DO കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിന്റെ മെത്തേഡ് പറഞ്ഞപ്പോൾ വ്രിംഗ്ലേഴ്സ് മെത്തേഡ് പറഞ്ഞായിരുന്നു അല്ലെ. അങ്ങനെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇനീഷ്യൽ DO നമ്മൾ ആ ഒരു ഡൈലൂട്ട് ചെയ്ത സാമ്പിളിനെ കണ്ടുപിടിക്കും. എന്നിട്ട് എന്തെടുക്കണം? ഈ സാമ്പിളിനെ ഇങ്ങനെ ബോട്ടിലിരിക്കുന്ന ആ ഒരു ഡൈലൂട്ടഡ് സാമ്പിളിനെ നമ്മൾ ഇൻക്യുബേറ്ററിലോട്ട് വെക്കും. എന്ന് വെച്ചാൽ BOD ഇൻക്യുബേറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്. നമ്മുടെ ഓവനൊക്കെ ഇല്ലേ ലാബിലൊക്കെ ഇരിക്കുന്നത്, അതേപോലെ ഒരു ഫ്രിഡ്ജ് പോലെ ഒരു ഓവൻ തന്നെയാണത്. ഓവന്റെ ഒരു ലുക്ക് തന്നെയാണ്. നമ്മൾ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഈ സാധനം ആ BOD ബോട്ടിൽ അതിനകത്തോട്ട് വെക്കുക, അത് അടച്ചു വെക്കുക. അപ്പം നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് 5 ഡേയ്സാണ്. 5 ഡേ BOD ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 5 ഡേയ്സ് അതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. 20 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സാമ്പിൾ അതിനകത്ത് വെക്കാൻ. അങ്ങനെ 5 ദിവസം വെച്ച ആ ഒരു സാമ്പിൾ, അതിനെ 5 ഡേ എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ 5 ഡേയ്സ് കഴിയുമ്പോൾ പുറത്തെടുത്തു. എന്നിട്ട് ഇൻക്യുബേഷൻ കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇൻക്യുബേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള DO കണ്ടുപിടിക്കണം. അടുത്തത് ഫൈനൽ DO കണ്ടുപിടിക്കണം. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇനീഷ്യൽ DOയുടെയും ഫൈനൽ DOയുടെയും ഡിഫറൻസ് ഉണ്ടല്ലോ, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ദി സീവേജ് സാമ്പിൾ ഇൻ എയറോബിക് ഡികമ്പോസിഷൻ ഫോർ 5 ഡേയ്സ്. 5 ഡേയ്സ് കൊണ്ട് എയറോബിക് ഡികമ്പോസിഷനിൽ എന്തുമാത്രം ഓക്സിജൻ ആ ഒരു സാമ്പിൾ കൺസ്യൂം ചെയ്തു എന്നതാണ് ആ ഒരു ഡിഫറൻസിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് BOD കണ്ടുപിടിക്കണം. BODയുടെ ഇക്വേഷനിലോട്ട് വരണം അല്ലെ. അപ്പൊ BOD നമുക്ക് മില്ലിഗ്രാം പെർ ലിറ്ററിലോ അല്ലെങ്കിൽ PPM-ലോ വേണമെങ്കിൽ അതിനുള്ള ഇക്വേഷനാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. BOD 5 അല്ലെങ്കിൽ സിംപ്ലി BOD എന്ന് വേണേൽ പറയാം, ഈക്വൽ ടു DO കൺസ്യൂംഡ് ഇൻ ദി ടെസ്റ്റ് ബൈ ദി ഡൈലൂട്ടഡ് സാമ്പിൾ. അതെന്താണ് ആ ഡിഫറൻസ് ഇല്ലേ, അത് ഇനീഷ്യൽ DO മൈനസ് ഫൈനൽ DO ഇൻറ്റു വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിൾ. ഡൈലൂട്ട് ചെയ്ത സാമ്പിളിന്റെ വോളിയം, ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 300 ml ഒരു കുപ്പിയാണ്. അപ്പം 300 ആയിരിക്കുമല്ലോ ആ മേളത്തെ വാല്യൂ, 300 വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡഡ് ബൈ ഒരു 5 ml ആയിരുന്നു നമ്മൾ 300-ലോട്ട് മാറ്റിയത്, ബാക്കി ഡൈലൂഷൻ വാട്ടർ മൊത്തം ഒഴിച്ചിട്ട്. അപ്പം 300 ഡിവൈഡ് ബൈ 5, അതാണ് അവിടുത്തെ ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു റേഷ്യോ പോലെ പറഞ്ഞിരിക്കുന്നത്. 300 ഡിവൈഡ് ബൈ 5 ആയിരിക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? DO consumed in the test by the diluted sample into volume of diluted sample divided by volume of undiluted sample. 300-ലോട്ടാണ് ഡൈലൂട്ട് ചെയ്തെങ്കിൽ മേളത്തെ ടേം എന്തായിരിക്കും? ന്യൂമറേറ്റർ 300 ആയിരിക്കും. ഡിവൈഡ് ബൈ 5 ml-നെയാണ് നമ്മൾ 300-ലോട്ട് ആക്കിയത്. അപ്പൊ 5 300 ഡിവൈഡ് ബൈ 5 എന്നായിരിക്കും ആ ഒരു റേഷ്യോ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഒരു ഇങ്ങനെ ഡിവിഷൻ പോലെ എഴുതിയിരിക്കുന്നത് വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിൾ നമുക്ക് ആ ഒരു റേഷ്യോ നമുക്ക് ഡൈലൂഷൻ ഫാക്ടർ എന്ന് വേണേൽ പറയാം. The factor on the right hand side is the dilution factor. For example, 1% diluted sample. 1% diluted sample എന്ന് വെച്ചാൽ എന്താണ്? Means 1 ml of sewage is diluted to make 100 ml of test sample. 1% diluted sample എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 ml ഓഫ് സീവേജ് നമ്മൾ 100 ml ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ആക്കി എന്നാണ്. ഹെൻസ് അവിടുത്തെ ഡൈലൂഷൻ ഫാക്ടർ എത്രയായിരിക്കും? 100 അല്ലേ. 100-ലോട്ടാണല്ലോ നമ്മൾ മാറ്റിയത്. അപ്പൊ 100 ആണല്ലോ വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡ് ബൈ അൺഡൈലൂട്ടഡിന്റെ വാല്യൂ 1 ആയിരുന്നു. 100 by 100 ആണല്ലോ. As 1 ml has been diluted by 100 times to make 100 ml. Hence the multiplying factor would be 100 അല്ലേ.
ഇൻ ആക്ച്വൽ പ്രാക്ടീസ് നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എങ്ങനെയാണ്, BOD ബോട്ടിൽസ് ഹാവിംഗ് 300 ml വോളിയം ഈസ് യൂസ്ഡ് ഫോർ ദി എക്സ്പെരിമെന്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ദ ഗിവൻ വോളിയം ഓഫ് സാമ്പിൾ സേ 5 ml ആണെന്ന് വിചാരിക്കുക, ഈസ് പ്ലേസ്ഡ് ഇൻ ദി ബോട്ടിൽ. ആദ്യമേ ആ 5 ml സാമ്പിൾ നമ്മൾ ആദ്യം അതിനകത്ത് ഒഴിച്ചു. മിക്സ്ഡ് വിത്ത് പ്യുവർ എയറേറ്റഡ് ഡൈലൂഷൻ വാട്ടർ ടു മേക്ക് 300 ml ഡൈലൂട്ടഡ് സാമ്പിൾ. ഇതിനകത്തോട്ട് നമ്മൾ ഡൈലൂഷൻ വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് ആഡ് ചെയ്യും. ദിസ് സാമ്പിൾ ഇസ് ഇൻക്യുബേറ്റഡ് അറ്റ് 20 degrees Celsius for the period of 5 days. Light must be excluded from the incubator to prevent the algal growth that may produce oxygen in the bottle. ഓക്കെ, അപ്പം നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, ഇൻക്യുബേറ്റർ അടച്ചു വെക്കുക. അതുകൊണ്ട് പിന്നെ ലൈറ്റ് അകത്തോട്ട് കയറുന്നൊന്നും ഇല്ല. ലൈറ്റ് അകത്ത് മീൻസ് ലൈറ്റുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പോൾ ആൽഗൽ ഗ്രോത്ത് ഉണ്ടാകും. ആൽഗൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെയും ഓക്സിജൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ നമുക്ക് വേണം, നമുക്ക് അല്ലാതെ അതിനകത്ത് എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്തു എന്നാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ ലൈറ്റ് ഒന്നും അതിനകത്തോട്ട് കയറാൻ പാടില്ല. The DO content before and after incubation are determined. നേരത്തെ പറഞ്ഞല്ലോ. The BOD of the sewage is then calculated as എങ്ങനെയാണ്, BOD equal to DO consumed by the diluted sample into എന്താണ്, വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡ് ബൈ അൺഡൈലൂട്ടഡ്. അപ്പോൾ ഈ ഒരു കേസിൽ 300 ഡിവൈഡ് ബൈ 5. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് അപ്പം അത്രയായിരുന്നു BOD എന്താണ് അതിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. ഇച്ചിരി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് BOD അതിൻ്റെ ഒരു ഗ്രാഫ് വരുന്നതും അതിൻ്റെ ഇക്വേഷൻസ് കുറച്ചുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുള്ളായിട്ട് പഠിക്കാം. ഇനി അടുത്തത് COD എന്നൊരു ടേം ഉണ്ട്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം നമ്മൾ BOD എന്താണെന്നാണ് പറഞ്ഞത്, വേസ്റ്റ് വാട്ടറിനകത്തുള്ള ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയയ്ക്ക് വേണ്ടി വരുന്ന ഓക്സിജൻ ആണെന്നല്ലേ പറഞ്ഞത്. COD എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിമാൻഡഡ് ടു ഡികമ്പോസ് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദി സീവേജ് യൂസിങ് എ സ്ട്രോങ് കെമിക്കൽ ഓക്സിഡന്റ് സച്ച് ആസ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സീവേജിനുള്ളിലുള്ള ബയോഡിഗ്രേഡബിളും അതിൻ്റെ കൂടെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനും ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി ആ ഒരു വേസ്റ്റ് വാട്ടറിന് വേണ്ടി വരുന്ന ഓക്സിജന്റെ എമൗണ്ടിനെയാണ്. അപ്പം രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ ഡീകമ്പോസിഷന് വേണ്ടി വരുന്ന ഓക്സിജന്റെ ഒരു നീഡിനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് COD എന്ന് പറയുന്നത്, എപ്പോഴും BODയെക്കാളും കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, എന്തായാലും അതിൽ കുറയാൻ പാടില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സീവേജിൽ COD നമ്മൾ പെർമിസിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈറബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 150 mg/L ആയിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ടേമാണ് പോപ്പുലേഷൻ ഇക്വലന്റ്. ഓക്കെ, പോപ്പുലേഷൻ ഇക്വലന്റ്. അപ്പം അതെന്താന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ജനറലി കമ്പയർഡ് വിത്ത് പെർ ക്യാപിറ്റ നോർമൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ സോ as to rationally charge the industries for the pollution caused by them. The strength of the industrial sewage is thus worked out as below. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിറ്റിയിൽ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, കുറേ വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസും ഉണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മീൻസ് അവിടുത്തെ ഫ്ലാറ്റിൽ നിന്നും വേസ്റ്റ് വാട്ടർ ഉണ്ടാവും. അപ്പം പണ്ടൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ, ഇൻഡസ്ട്രീസിൽ നിന്ന് രണ്ടിടത്തുനിന്നും ഉണ്ടല്ലോ. അപ്പം ഡൊമസ്റ്റിക് ആയിട്ട് വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ വോളിയം നമ്മൾ നോക്കും, അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിന്റെ വോളിയം നോക്കുക. എന്നിട്ട് വോളിയം വെച്ചിട്ടായിരുന്നു പണ്ടൊക്കെ ഈ ഇൻഡസ്ട്രീസിനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ഇത്രയും വേസ്റ്റ് വാട്ടർ, വോളിയം ഓഫ് വേസ്റ്റ് വാട്ടർ അവർ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അവർ അത്രയും രൂപ ഗവൺമെന്റിന് കൊടുക്കണം. കാര്യം അവർ അത്രയും വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണമല്ലോ. പക്ഷെ അതാണോ ശരി? അവരുണ്ടാക്കുന്ന വോളിയം നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് സാധാ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിനേക്കാളും കൂടുതലും പൊല്യൂഷൻ സ്ട്രെങ്ത് ഉള്ളതാണ്. കൂടുതൽ പെട്ടെന്ന് പൊല്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഡൊമസ്റ്റിക് സീവേജിനേക്കാളും ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്നത്. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അവർ ആ വോളിയം വെച്ചിട്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 1000 ലിറ്റർ വേസ്റ്റ് വാട്ടർ ഉണ്ടായാലും നമ്മുടെ അവിടെ നിന്ന് ഒരു 2000 ലിറ്റർ വേസ്റ്റ് വാട്ടർ ഉണ്ടായാലും പക്ഷെ അവരുടെ 1000 ലിറ്ററിനായിരിക്കും കൂടുതലും പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് അല്ലേ? കാര്യം അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലും അവിടെ ആണ്. അപ്പം അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോപ്പുലേഷൻ ഇക്വലന്റ് എന്നൊരു ടേമും ഒക്കെ അവർ മീൻസ് ഗവൺമെന്റ് യൂസ് ചെയ്തത്. അതെന്താന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിന്റെ പെർ ക്യാപിറ്റ വെച്ചിട്ട് അവർ കമ്പയർ ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് അവർ റാഷണലി അവരെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇത്രയും
ഫൈനായിട്ട് അവർ ഇത്ര അടയ്ക്കണം. അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിന്റെ പെർ ക്യാപിറ്റ ഒരാൾ ഒരു ദിവസം എന്തുമാത്രം ഉണ്ടാക്കുന്നു അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് BOD5 ഓഫ് ഇൻഡസ്ട്രിയൽ സീവേജ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് BOD5 ഓഫ് ഡൊമസ്റ്റിക് സീവേജ് പെർ പേഴ്സൺ പെർ ഡേ ഇൻറ്റു പോപ്പുലേഷൻ ഇക്വലന്റ്. ആ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സീവേജിന്റെ BOD5 എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സീവേജ് പെർ പേഴ്സൺ പെർ ഡേ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരാൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന സീവേജിൽ ഉള്ള BODയുടെ വാല്യൂ ഇൻറ്റു അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ്. പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അസ്യൂം ചെയ്യുക ദ ആവറേജ് സ്റ്റാൻഡേർഡ് BOD5 ഓഫ് ഡൊമസ്റ്റിക് സീവേജ് ഈസ് വർക്ക്ഡ് ഔട്ട് ടു ബി അബൌട്ട് 0.08 കിലോഗ്രാം പെർ ഡേ പെർ പേഴ്സൺ. ഓക്കെ, അപ്പം ഒരു സ്ഥലത്തിലെ ഡൊമസ്റ്റിക് സീവേജിനുള്ളിലുള്ള BOD5 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ ഒരു ദിവസം 0.08 കിലോഗ്രാം ആണ് ആ അവിടെ ഉണ്ടാകുന്ന BOD5ന്റെ വാല്യൂ എങ്കിൽ, hence if the BOD5 of the sewage coming from an industry is worked out to be 350 kilogram per day. അതേപോലെ തന്നെ അവിടെ തന്നെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സീവേജിന്റെ BOD5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, BOD ടെസ്റ്റ് ഒക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു, അത് 350 കിലോഗ്രാം പെർ ഡേ ആണെന്നും കൂടെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പോപ്പുലേഷൻ ഇക്വലന്റ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് BOD5 ഓഫ് ഇൻഡസ്ട്രിയൽ സീവേജ് ഡിവൈഡഡ് ബൈ BOD5 ഓഫ് ഡൊമസ്റ്റിക് സീവേജ് പെർ പേഴ്സൺ പെർ ഡേ അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോപ്പുലേഷൻ ഇക്വലന്റ് ഈക്വൽ ടു ടോട്ടൽ BOD5 ഓഫ് ദി ഇൻഡസ്ട്രി ഇൻ കിലോഗ്രാം പെർ ഡേ ഡിവൈഡ് ബൈ ഡൊമസ്റ്റിക് സീവേജിന്റെ BODയുടെ വാല്യൂ. അത് നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0.08 കിലോഗ്രാം പെർ ഡേ പെർ പേഴ്സൺ. അപ്പൊ 350 ഡിവൈഡ് ബൈ 0.08 വരും 4375 പേഴ്സൺസിന്. ഓക്കെ, അതാണ് അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ്. അപ്പം ആ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു എന്തേലും ഒരു ഐസ്ക്രീം പ്ലാന്റ് ആണെങ്കിൽ ആ ഐസ്ക്രീം പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4375 ആൾക്കാർ ഉണ്ടാക്കുന്ന ഡൊമസ്റ്റിക് സേവേജിന് ഇക്വലന്റ് ആണ് അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ. അതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ ഇത്രയും ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറിന് ഈക്വൽ ആണെന്ന്, അതാണ് ഇക്വലന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചായിരിക്കും ആ ഒരു ഇൻഡസ്ട്രീനെ ചാർജ് ചെയ്തതെന്ന്. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം നോക്കിയേ, ദ പോപ്പുലേഷൻ ഇക്വലന്റ് ദസ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഫോർ എസ്റ്റിമേറ്റിംഗ് ദി ട്രീറ്റ്മെന്റ് required at the municipal sewage treatment plant and also in assessing realistic charges for this treatment to be charged from the industries instead of charging them simply by volume of sewage. Okay, simply volume വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് പകരം അത് എന്തുമാത്രം എന്താണ് പൊല്യൂഷൻ ഇക്വലന്റ് ആണെന്ന് വെച്ചാൽ പൊല്യൂഷൻ എന്തുമാത്രം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ആ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രീസിനെ ചാർജ് ചെയ്യുന്നത്. എന്നാലേ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ അത്രയും ചാർജ് വന്നാലേ നമുക്കത് മുനിസിപ്പൽ സീവേജിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി നഷ്ടമായിരിക്കും ഗവൺമെന്റിന് തന്നെ. ഓക്കെ, അടുത്തൊരു ടേമാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. നിങ്ങളുടെ ഈ രണ്ട് ടേംസ് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നതാണ് കേട്ടോ. ലാസ്റ്റ് മൊഡ്യൂൾ 2 ലാസ്റ്റ് പോപ്പുലേഷൻ ഇക്വലന്റും റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും പറയുന്നുണ്ട്. അപ്പം രണ്ടും പഠിക്കണം, സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തത് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് സീവേജ് എഫ്ലുവന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഓക്സിജൻ അവൈലബിൾ ഇൻ ദി എഫ്ലുവന്റ്. എഫ്ലുവന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്ന അവിടെ നിന്ന് വരുന്ന ആ ഒരു വാട്ടറിനെയാണ്. വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വിടുമല്ലോ. അപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വരുന്നതിന് മുന്നേ അതിനെ നമ്മൾ ഇൻഫ്ലുവന്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവന്റ് അകത്തോട്ട് കയറാൻ പോവാണല്ലോ. അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തോട്ട് വരുന്നതിനെ നമ്മൾ എഫ്ലുവന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് രണ്ടും അറിഞ്ഞു വെക്കുക, ഇൻഫ്ലുവന്റും എഫ്ലുവന്റും. ഓക്കെ, അപ്പം എഫ്ലുവന്റിനകത്ത് എന്തുമാത്രം ഓക്സിജൻ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും അതിനകത്ത് കുറേ എയറേഷനൊക്കെ നടക്കുന്നുണ്ട്, ഓക്സിജനൊക്കെ വരും. ഓക്കെ, അപ്പം ആ ഓക്സിജന്റെ അവൈലബിൾ വാല്യൂ divided by the total oxygen required to satisfy its first stage BOD demand. ഈ ട്രീറ്റ്മെന്റിന് മുന്നേ അതിനകത്തൊരു ഫസ്റ്റ് സ്റ്റേജ് BOD ഡിമാൻഡ് ഉണ്ടല്ലോ, BODയുടെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ, ഇത്രയും ഓക്സിജൻ വേണം എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ. ഓക്കെ, അത് രണ്ടിന്റെ റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഓക്സിജൻ അവൈലബിൾ ഇൻ ദി എഫ്ലുവന്റ് ടു ദി ടോട്ടൽ ഓക്സിജൻ required to satisfy its first stage BOD demand. ഓക്കെ, ഇനി ഈ റിലേറ്റീവ് സ്റ്റെബിലിറ്റിനെ നമ്മൾ പേഴ്സൻറ്റേജിലാണ് ഡിനോട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. റിലേറ്റീവ് സ്റ്റെബിലിറ്റി എസ് അല്ലെങ്കിൽ എസ് ആർ എന്ന് വേണമെങ്കിൽ ചില ടെസ്റ്റിൽ എസ് ആർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എസ് ഓർ എസ് ആർ ഈക്വൽ ടു 100 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് 0.794 ഇൻറ്റു അതിൻ്റെ റേസ് ടു ആയിട്ട് T20. അതേപോലെ തന്നെ വേറൊരു ഇക്വേഷനാണ് ഓർ 100 ഇൻറ്റു 1 മൈനസ് 0.630 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് T37. ഇനിയും ഈ T20യും T37, ഇത് T37 ആണ്, ഇത് T20, സ്മോൾ T20. അത് രണ്ടും എന്താണെന്ന് നോക്കാം. T20 ആൻഡ് T37 represent the time in days for a sewage sample to decolorize a standard methylene blue solution when incubated at 20 degrees Celsius and 37 degrees Celsius respectively. എന്ന് വെച്ചാൽ നമ്മൾ ആ സീവേജ് സാമ്പിളിനകത്തോട്ട് ഒരു മെഥിലിൻ ബ്ലൂ സൊല്യൂഷൻ ആഡ് ചെയ്താൽ 20 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് ആ ഒരു മെഥിലിൻ ബ്ലൂ സൊല്യൂഷനെ ഡീകളറൈസ് ചെയ്ത് കളർ മാറിപ്പോകും, ഡിസപ്പിയർ ആകും, അതിനുള്ള ഡേയ്സ് ആണ് T20 എന്ന് പറയുന്നത്. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ഇൻക്യുബേറ്റ് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഡീകളറൈസ് ആയിരിക്കും, അതാണ് T20 എന്നുകൊണ്ട് ആ ഡേയ്സിനെ ആണ് പറയുന്നത്. ഇനി 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഡീകളറൈസ് ആകുന്നത്, അതിൻ്റെയാണ് T37. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പം 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു, അത് ഒരു 15 ദിവസം എടുത്തു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇനി അതല്ല 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരു 10 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റിനകത്ത് ഏത് ടെമ്പറേച്ചർ ആണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടും പഠിക്കണം. ഓക്കെ, ഇതിലാകപ്പാടെ ആ ഒരു ഡേയ്സിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് വാല്യൂ മാറുന്നത്. ഓക്കെ, the decolorization caused by enzymes produced by anaerobic bacteria, in fact, is an indication of available oxygen in oxidizing the unstable organic matter. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡീകളറൈസേഷൻ നടക്കുമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പിളിനകത്ത് അനറോബിക് ബാക്ടീരിയ കാണും, അപ്പോൾ അത് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഡീകളറൈസേഷൻ നടക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സാമ്പിളിനകത്ത് അൺസ്റ്റേബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നാണ്. ഓക്കെ, ദ സൂണർ ദി ഡീകളറൈസേഷൻ ടേക്സ് പ്ലേസ് ദ എർലിയർ ദി അനറോബിക് കണ്ടീഷൻ ഡെവലപ്സ്. അപ്പം പെട്ടെന്ന് ഡീകളറൈസേഷൻ നടന്നാൽ അതിൻ്റെ അർത്ഥം അനറോബിക് കണ്ടീഷൻ അതിൽ പെട്ടെന്ന് വന്നു എന്നാണ്. എന്ന് വെച്ചാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അനറോബിക് കണ്ടീഷൻ ആയാൽ എന്താണ്, അതിനകത്ത് ഓക്സിജന്റെ എമൗണ്ട് കുറഞ്ഞു എന്നാണ്. ഓക്കെ, ഹെൻസ് ഇഫ് ദി ഡീകളറൈസേഷൻ ടേക്സ് പ്ലേസ് സൂണർ എന്ന് വെച്ചാൽ വിത്തിൻ 4 days ഡീകളറൈസേഷൻ നടന്നാൽ ആ ഒരു എഫ്ലുവന്റ് അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ, എഫ്ലുവന്റ് സാമ്പിൾ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന സാമ്പിൾ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം വിത്തിൻ 4 days അതിൽ ഡീകളറൈസേഷൻ നടന്നു, അപ്പം അതിനകത്ത് ഓക്സിജൻ എമൗണ്ട് അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ റിലേറ്റീവ് അൺസ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ബട്ട് സാമ്പിൾസ് വിച്ച് ഡു നോട്ട് ഡീകളറൈസ് ഇൻ 4 days, 4 ദിവസം കൊണ്ട് ഡീകളറൈസ് ചെയ്യാത്ത സാമ്പിൾ ഉണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ ആ ഒരു സാമ്പിൾ റിലേറ്റീവ്ലി സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള സാമ്പിളിനെ, ആ ഒരു എഫ്ലുവൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വലിയ ട്രബിൾ ഒന്നും ഇല്ലാതെ റിവറിലോട്ടോ സ്ട്രീമിലോട്ടോ ഡയറക്റ്റ്ലി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഡിസ്ചാർജ് ചെയ്യാമോ ഇല്ലയോ, ഇപ്പം എഫ്ലുവൻറ്റ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതാണെങ്കിൽ പോലും ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് അത് ഓക്കെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നോക്കിയിട്ടായിരിക്കും അവർ റിവറിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പിന്നെ ഒന്നും കൂടെ ഒരു എയറേഷനെ കൊടുത്ത് ഡീകളറൈസേഷൻ്റെ ടൈം എത്ര ദിവസം കൊണ്ടാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും പോപ്പുലേഷൻ ഇക്വലൻറ്റും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് തന്നെയാണ്. The average sewage flow from a city is 80 into 10⁶ liter per day. If the average 5-day BOD is 285 milligram per liter, compute the total daily 5-day oxygen demand in kilogram and population equivalent of the sewage. Assume per capita BOD of sewage per day equal to 75 gram. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ്, ടോട്ടൽ ഡെയിലി 5-day ഓക്സിജൻ ഡിമാൻഡ് കിലോഗ്രാമിൽ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്, പോപ്പുലേഷൻ ഇക്വലന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സീവേജിന്റെ ക്വസ്റ്റിനകത്ത് എന്താ തന്നിരിക്കുന്നത്, ക്വാണ്ടിറ്റി ഓഫ് സീവേജ് തന്നിട്ടുണ്ട് അല്ലേ, 18 into 10⁶ ലിറ്റർ പെർ ഡേ. അപ്പം അതേപോലെ ക്വസ്റ്റിനകത്ത് 5-day ആവറേജ് BOD തന്നിട്ടുണ്ട് 285 milligram per liter. അപ്പം നമുക്ക് ടോട്ടൽ വേണമല്ലോ അല്ലേ, ഇതിപ്പം 1 ലിറ്ററിന് ഇത്രയും മില്ലിഗ്രാം BOD ഉണ്ടെന്നാണ്, അപ്പം നമുക്ക് ഇത്രയും ലിറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ടോട്ടൽ 5-day BOD എങ്ങനെ കണ്ടുപിടിക്കുന്നത്, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 285 into 18 10⁶ ചെയ്യുക.
മില്ലിഗ്രാമിലായിരിക്കും കിട്ടുന്നത്, നമുക്ക് കിലോഗ്രാമിൽ വേണം, ഇൻ കിലോഗ്രാം എന്ന്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിൽ കിട്ടി. ഇനി അടുത്തത് പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ. പോപ്പുലേഷൻ ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഒരു സാമ്പിൾ അല്ലെങ്കിൽ സീവേജിന്റെ BOD വാല്യൂ ഡിവൈഡഡ് ബൈ അവിടെ ഒരാൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന BOD വാല്യൂ എന്നല്ലേ. അപ്പം അത് നമുക്ക് ക്വസ്റ്റിന് പറയുന്നുണ്ട്. 75 ഗ്രാം എന്ന് അസ്യൂം ചെയ്തോളാം. പെർ ക്യാപിറ്റ BOD ഓഫ് സീവേജ് പെർ ഡേ 75 ഗ്രാം എന്നുള്ളത്. നമുക്ക് തൊട്ട് മേലിൽ കിലോഗ്രാമിലാണ് വാല്യൂ ഉള്ളത് അല്ലേ. അപ്പം ഗ്രാമിനെ നമുക്ക് കിലോഗ്രാം ആക്കണം. 75/1000 ചെയ്തു. അപ്പം ആ രണ്ട് വാല്യൂ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ആണ്. ഇഫ് ദി പീരിയഡ് ഓഫ് ഇൻക്യുബേഷൻ ഈസ് 10 days at 20 degrees Celsius in the relative conductivity test on sewage, calculate the percentage of relative stability. അപ്പോൾ എന്താണ് 20 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. അപ്പോൾ T20യുടെ വാല്യൂ ക്വസ്റ്റിന് പറയുന്നത് 10 days ആണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് റേസ് ടു 10 എന്നാക്കി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിലായി കിട്ടുന്നത് 90.04% എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദി പോപ്പുലേഷൻ ഇക്വലന്റ് ഓഫ് എ സിറ്റി ഗിവൻ ദ ആവറേജ് സീവേജ് ഫ്രം ദി സിറ്റി ഈസ് 95 × 10⁶ ലിറ്റർ പെർ ഡേ ആൻഡ് ദി ആവറേജ് 5 day BOD ഈസ് 300 mg/ലിറ്റർ. ഓക്കെ, അപ്പം പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ആവറേജ് സീവേജ്, അവിടുത്തെ സീവേജ് തന്നിട്ടുണ്ട്. ആവറേജ് 5 day BOD 1 ലിറ്ററിൽ 300 mg BOD ഉണ്ടെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ആവറേജ് സീവേജ് ഫ്ലോയും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടോട്ടൽ BOD വേണം അല്ലേ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം അത്രയും മില്ലിഗ്രാം കിട്ടും. നമുക്ക് കിലോഗ്രാമിൽ വേണം അത് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി നമുക്ക് പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ ടോട്ടൽ BOD സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്റർ ആണ്. ഡിനോമിനേറ്റർ വാല്യൂ വേണം. ഒരാൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന സീവേജ് എന്തുമാത്രം BOD ഉണ്ടെന്ന് വേണം അല്ലേ. അതിപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തു 0.08 എന്നുള്ളത്. 0.08 വെച്ച് ഡിവൈഡ് ചെയ്യുക. അത്രയും വാല്യൂ കിട്ടും, പോപ്പുലേഷൻ ഇക്വലന്റ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി പെർ ക്യാപിറ്റ കോൺട്രിബ്യൂഷൻ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ദി BOD ഈസ് 90 gram and 55 gram. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ വാല്യൂസ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ ഒരു ദിവസം എന്തുമാത്രം BOD ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം എന്തുമാത്രം സസ്പെൻഡ് സോളിഡ് ഉണ്ടാക്കും, അതാണ് ഈ വാല്യൂ 90 gram 55 gram. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി പോപ്പുലേഷൻ ഇക്വലന്റ് ഓഫ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ കമ്പൈൻഡ് സിസ്റ്റം സെർവിങ് 1000 persons ആൻഡ് ഹാവിങ് 75 gram പെർ ക്യാപിറ്റ ഡെയിലി ഓഫ് BOD. ഓക്കെ, അപ്പോൾ 1000 ആൾക്കാരുണ്ട് സ്ഥലത്ത്. അവിടുന്ന് ഉണ്ടാകുന്ന BOD ഡെയിലി ഉണ്ടാകുന്ന 75 gram എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ സെർവ്ഡ് 1000, ഡെയിലി പെർ ക്യാപിറ്റ BOD 75 gram. ടോട്ടൽ BOD എന്ന് പറയുമ്പം 1000 × 75 ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഗ്രാം കിട്ടി. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള BODയുടെ വാല്യൂ ക്വസ്റ്റിനകത്ത് BODയുടെ എന്ന് പറയുന്നത് 55 gram തന്നിട്ടുണ്ട്. ഇനിയിപ്പം ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യാം, അത്രയും കിട്ടും. പോപ്പുലേഷൻ ഇക്വലന്റ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 40,000 liters daily of industrial wastewater containing 1,800 mg/liter of suspended solid. ഇനി ഒരു കണ്ടീഷനുള്ള പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം എന്താണ് 1 ലിറ്ററിൽ 1,800 mg ആണ് അവിടുത്തെ സസ്പെൻഡഡ് സോളിഡ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. 1 liter ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ കണ്ടെയ്ൻ 1,800 mg ഓഫ് സസ്പെൻഡഡ് സോളിഡ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് 40,000 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഉള്ള കണ്ടുപിടിക്കണമല്ലോ. 40,000 × 1,800 ചെയ്യണം. അപ്പം നമുക്ക് മില്ലിഗ്രാമിൽ വാല്യൂ കിട്ടും. നമുക്ക് ഗ്രാമിൽ ആദ്യം ആക്കണം. ഡിവൈഡ് ബൈ 1000 ചെയ്ത് ഗ്രാമിൽ കൺവേർട്ട് ചെയ്തു. കാര്യം ഗ്രാമിലാക്കിയാലേ നമ്മുടെ പിന്നെ ബാക്കി ഡിനോമിനേറ്ററിന്റെ വാല്യൂ 90 gram നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെയിലി പെർ ക്യാപിറ്റ സോളിഡ് കോൺട്രിബ്യൂഷൻ 90 gram തന്നിട്ടുണ്ട്. അപ്പം ഡിവൈഡ് ചെയ്യുക. തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് ഡിവൈഡ് ബൈ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ്. അടുത്തത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്, റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ തന്നെയാണ്. ഇൻ എ ടെസ്റ്റ് കണ്ടക്ടഡ് ഫോർ ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി അറ്റ് 20 degrees Celsius, ദ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ വാസ് ഫൗണ്ട് ടു ബി 12 days. 20 degree Celsius എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എടുത്തെഴുതുക. അതിൽ T20യുടെ വാല്യൂ ആണ് 12 days തന്നിരിക്കുന്നത്. റേസ് ടു 12 ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. 100% കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റൻ, എ ഡെയറി പ്രോസസ്സിംഗ് അബൌട്ട് 133,000 kilogram of milk daily produced an average of 246 cubic meter per day of wastewater with a BOD of 1,400 mg/liter. ഓക്കെ, അപ്പോൾ ഒരു ഡെയറി പ്രോസസ്സിംഗ് പ്ലാന്റ് ആണ്. മിൽക്ക് പ്രോഡക്റ്റ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റ്. അവിടെ ഇത്രയും 1 lakh kilogram ഓഫ് മിൽക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി. അതനുസരിച്ച് തന്നെ ഒരു ദിവസം അവർ 246 cubic meter ഓഫ് വേസ്റ്റ് വാട്ടർ ഉണ്ടാവും.
അതിനകത്ത് BOD എന്ന് പറയുന്നത് 1400 mg/L ആണ്. അപ്പോൾ ആദ്യം അതൊക്കെ എഴുതി. മിൽക്ക് ഇത്രയും കിലോഗ്രാമാണ് ഡെയിലി വേസ്റ്റ് വാട്ടർ ഉണ്ടാക്കുന്നത് എഴുതി. BOD ഓഫ് ദി വേസ്റ്റ് വാട്ടർ എഴുതി. ഇനിയും ദ പ്രിൻസിപ്പൽ ഓപ്പറേഷൻസ് ആർ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ, ഒന്ന് മിൽക്ക് ബോട്ടിലാക്കി വെക്കും, ഐസ്ക്രീംസ് ഉണ്ടാക്കും, ചീസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കമ്പ്യൂട്ട് ദി വേസ്റ്റ് വാട്ടർ ഫ്ലോ ആൻഡ് BOD പെർ 1000 kilogram of milk received and the equivalent population അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇക്വലന്റ് ഓഫ് ദി ഡെയിലി വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ്. ഓക്കെ, അപ്പം വേസ്റ്റ് വാട്ടറിന്റെ ഫ്ലോ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്, 1000 kilogram ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുമാത്രം വേസ്റ്റ് വാട്ടർ ഉണ്ടാവും എന്നുള്ളതും, BOD 1000 kilogram ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന BODയുടെ വാല്യൂവും പോപ്പുലേഷൻ ഇക്വലന്റും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം ആദ്യം എഴുതി. നമുക്ക് ഇനിയിപ്പം 1000 kilogram ഓഫ് മിൽക്ക് വാട്ടറിനുള്ള വേസ്റ്റ് വാട്ടർ കണ്ടുപിടിക്കണം. അപ്പം 246 മീറ്റർ ക്യൂബ് ആണല്ലോ ഡെയിലി ഉണ്ടാക്കുന്ന വേസ്റ്റ് വാട്ടർ. അതേ ഡിവൈഡ് ബൈ അവിടെ അപ്പോൾ ഉണ്ടാകുന്ന ഡെയിലി ഇത്രയും കിലോഗ്രാം ഓഫ് മിൽക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1000 kilogram ഓഫ് മിൽക്കിനുള്ള വേസ്റ്റ് വാട്ടറിന്റെ വാല്യൂ കിട്ടി. അത്രയും മീറ്റർ ക്യൂബ് കിട്ടി. ഇനി BOD ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന ഡെയിലി വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കണം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. 1400 ഇൻറ്റു മീറ്റർ ക്യൂബ് ചെയ്യുമ്പോഴേക്കും ഇൻറ്റു 10⁻³ കൊടുക്കുമ്പോഴേക്കും അത് മില്ലിഗ്രാം പെർ മീറ്റർ ക്യൂബായി. ഇനി അതിനെ ഗ്രാമിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുക. ഗ്രാമിനെ കൺവേർട്ട് ചെയ്തതിനെ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് കിലോഗ്രാമിലാണ് വേണ്ടി വരുന്നത്. ബട്ട് വോളിയൂം ഓഫ് വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസിങ് 1000 kg ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 1000 kg ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേസ്റ്റ് വാട്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൻസ് BOD പ്രൊഡ്യൂസ്ഡ് പെർ 1000 kg. BOD എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ കണ്ടുപിടിച്ച BODയുടെ വാല്യൂ ഇൻറ്റു അവിടുത്തെ വേസ്റ്റ് വാട്ടർ ചെയ്താൽ മതിയല്ലോ, ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസറും കിട്ടി. 2 ആൻസറും കിട്ടി. നമുക്ക് പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അതിന് ഡെയിലി BOD പ്രൊഡ്യൂസ്ഡ് ബൈ 246 മീറ്റർ ക്യൂബ് ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് 1.4 kilogram പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതായിരുന്നു അവിടെ BODയുടെ വാല്യൂ. നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാക്കിയത്. അതേ ഇൻറ്റു അവിടുത്തെ ക്വസ്റ്റിനിൽ ഡെയിലി ഉണ്ടാകുന്ന BODയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 246 തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കിലോഗ്രാം പെർ ഡേ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡെയിലി BOD എന്ന് പറയുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെടുക്കണം, പോപ്പുലേഷൻ ഇക്വലന്റ് ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. ഇപ്പം കണ്ടുപിടിച്ചതായിരിക്കും BOD ഓഫ് ദി ഇൻഡസ്ട്രി ഇൻ കിലോഗ്രാം പെർ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിലോഗ്രാം പെർ ഡേയിൽ ആ ഒരു യൂണിറ്റുള്ള വാല്യൂ ഡിവൈഡ് ബൈ 0.08. അത് നമുക്ക് ക്വസ്റ്റിനിൽ പറയുന്നില്ല, തന്നിട്ടില്ല, ക്വസ്റ്റിനകത്ത് ആ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുവാണ്, ഒരാൾ ഒരു ദിവസം അവിടുത്തെ ടൗണിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സീവേജിനകത്ത് ഉണ്ടാക്കുന്ന BODയുടെ വാല്യൂ 0.08 kilogram per person per day ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഡിവൈഡ് ബൈ ആ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ് കിട്ടും. അതാണ് നോട്ടായിട്ട് എഴുതിക്കുന്നത്. ദ ഡെയറി ഈസ് പ്രൊഡ്യൂസിങ് as much pollution as is likely to be produced by 4305 persons. അത്രയും ആൾക്കാർ ഉണ്ടാക്കുന്ന അത്രയും പൊല്യൂഷൻ ആ ഒരു ഡെയറി പ്ലാന്റ് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം എഴുതി. ഇനി 1000 kilogram ഓഫ് മിൽക്കിന് വേണ്ട വേസ്റ്റ് വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു. BODയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം പെർ ലിറ്ററിലാണ്. നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റ് പോരാ, നമുക്ക് അല്ലെങ്കിൽ കിലോഗ്രാമിലാക്കണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ടുള്ളതാക്കി. ഇനിയും 1000 kilogram മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന BODയുടെ വാല്യൂ വേണം. അപ്പം എന്താണ്, വേസ്റ്റ് വാട്ടറിന്റെ എമൗണ്ട് നമ്മുടെ ഉണ്ട്, നമ്മളത് മീറ്റർ ക്യൂബിലുള്ളത് കണ്ടുപിടിച്ചു. BODയുടെ വാല്യൂനെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് BOD പ്രൊഡ്യൂസ് പെർ 1000 kilogram ഓഫ് മിൽക്ക് പ്രോസസ്ഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ മേലത്തെ ടേം എന്താണ്, BOD ഓഫ് ഇൻഡസ്ട്രി ഇൻ കിലോഗ്രാം പെർ ഡേ ആണ് അല്ലേ. ആ ഒരു യൂണിറ്റിലോട്ട് BODനെ കൊണ്ടുവരണം ഡെയിലി വാല്യൂ. അപ്പോൾ ഡെയിലി ഉള്ള എന്താണ് വേസ്റ്റ് വാട്ടറിന്റെ വാല്യൂ 246 മീറ്റർ ക്യൂബ് നമ്മുടെ ഉണ്ട്. അതേ ഇൻറ്റു അവിടുത്തെ BODയുടെ വാല്യൂ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കിലോഗ്രാം പെർ ഡേ എന്നുള്ളത് BOD കിട്ടും. അതേ ഡിവൈഡ് ബൈ അസ്യൂം ചെയ്ത വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പോപ്പുലേഷൻ ഇക്വലന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെക്ചർ നോട്ട് എഴുതുക. പ്രോബ്ലത്തിലെ ഓരോ പ്രോബ്ലം വെച്ചിട്ട് ഒരു റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രോബ്ലം, അതേപോലെ തന്നെ പോപ്പുലേഷൻ ഇക്വലന്റിൻ്റെ ഒരു പ്രോബ്ലം എങ്കിലും ഏറ്റവും അറ്റ്ലീസ്റ്റ് ആണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിലും ബാക്കി എഴുതുക, രണ്ടും എഴുതുക. ഓക്കെ, പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എഴുതാൻ പറ്റുന്നവർ എഴുതുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ പ്രോബ്ലം വെച്ചും എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.